എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 2 ടു 3 വയസ്സുള്ള ഒരു കുട്ടീന്റെ അളവിൽ ഹൾട്ടർ നെക്ക് വന്നിട്ടുള്ള ഒരു ബ്ലൗസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾ തംബ്നെയിൽ കണ്ടിരിക്കുന്ന ഫോട്ടോ ആണ് എനിക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് അയച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ കയ്യിലുള്ള ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഹാഫ് മീറ്റർ ഒന്നും ആവശ്യമില്ല, പക്ഷെ ഹാഫ് മീറ്ററിൽ കുറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഹാഫ് മീറ്റർ വെച്ചിട്ട് ക്ലോത്ത് എടുക്കുക. ലൈനിങ് ഹാഫ് മീറ്റർ മതി. ശ്രദ്ധിക്കുക, സാധാരണ ബ്ലൗസ് ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലെ പീസാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ടിലേക്കുള്ള പീസ് ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. സാധാരണ എത്രയാണോ നമ്മൾ ടോപ്പിന് ലെങ്ത് എടുക്കുക എന്ന് വെച്ചാൽ അതിന്റെ കൂടെ ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുക്കും. ലൈനിങ് വെച്ച് ചെയ്യുമ്പോൾ 1 ഇഞ്ച് കൊടുക്കും, അല്ലെങ്കിൽ 1.5 ഇഞ്ച് കൊടുക്കും. ടോപ്പിന് ലെങ്ത് ആയിട്ട് 11 ഇഞ്ചാണ് എടുക്കുന്നത്. ബ്ലൗസിന്റെ ലെങ്ത് ആയിട്ട് 11 ഇഞ്ചാണ് എടുക്കുന്നത്. അതിന്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസിന് കൂടി ചേർത്ത് 12.5 ഇഞ്ചാണ് ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. കറക്റ്റ് ലെങ്ത് മടക്കിയിടാതെ അതിന്റെ കൂടെ ഒരു 4 ഇഞ്ചെങ്കിലും എക്സ്ട്രാ ലെങ്ത് വെച്ചിട്ട് വേണം നമ്മൾ ക്ലോത്ത് മടക്കിയിടാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വ്യത്യാസങ്ങൾ ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക, കറക്റ്റ് ലെങ്ത് എത്രയാന്ന് വെച്ചാൽ അത് എടുക്കുക, അതിന്റെ കൂടെ സീം അലവൻസും കൂടി കൂട്ടുക, അതിലേക്ക് ഒരു 4 ഇഞ്ച് എക്സ്ട്രാ ലെങ്ത് വേണം. ആ രീതിയിൽ വേണം നമ്മൾ മടക്കിയിടാൻ വേണ്ടിയിട്ട്. 4 ഇഞ്ചാണ് എക്സ്ട്രാ എടുത്തതെന്ന് പറഞ്ഞു. ആ 4 ഇഞ്ച് അങ്ങനെ ഞാൻ മുകളിൽ നിന്ന് നേരെ താഴോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 3 ടു 4 വരെ മാർക്ക് ചെയ്യാം. കുട്ടീന്റെ കഴുത്തിന്റെ വണ്ണം അനുസരിച്ചിട്ട് ഒട്ടും വണ്ണമില്ലാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പൊ അതേപോലെ മാർക്ക് ചെയ്ത് അവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അവിടുന്ന് നേരെ താഴോട്ടേക്ക് ഒരു 12.5 ഇഞ്ചാണ് ലെങ്ത് എന്ന് പറഞ്ഞു. ആ 12.5 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ ഇതേപോലെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. 4 ഇഞ്ചാണ് ഷോൾഡർ നമ്മൾ ചെറിയ കുട്ടി ആയതുകൊണ്ട് കൊടുക്കുന്നത്. അതിന്റെ കൂടെ ഹാഫ് ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പറയുന്ന അളവുകളൊക്കെ എപ്പോഴും കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ അളവെടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നോക്കിയിട്ട് ചെയ്യാം. 4.5 ഇഞ്ചാണ് ആം ഹോള്, 4.5 ഇഞ്ച് ആം ഹോള് മാർക്ക് ചെയ്യും. ഇതുപോലെ എൽ ഷേപ്പിൽ വരയ്ക്കുന്നുണ്ട്. ആം ഹോള് വരയ്ക്കാം. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 5 ഇഞ്ചാണ് ചെസ്റ്റ് വിഡ്ത്ത്. അതിന്റെ കൂടെ 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് ലെങ്ത് ആയിട്ട് നമ്മൾ ഒരു 8 ഇഞ്ചാണ് കൊടുക്കുന്നത്. അവിടേക്കുള്ള വിഡ്ത്ത് 4.5 ആണ്. അതിന്റെ കൂടിയും 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. സ്ലിറ്റ് ഇല്ലാണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബോട്ടം വിഡ്ത്ത് കുറച്ചധികം മാർക്ക് ചെയ്യുന്നത് നല്ലതാണ്. നോക്കിയിട്ട് ലൂസ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ അവിടെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്, അവിടെയും 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ മാർക്ക് ചെയ്ത അത്രയും അളവ് പ്രകാരം യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത്, അതായത് ഷോൾഡർ ലൈൻ വരച്ചിട്ടുള്ള ആ ലൈനിൽ 2 ഇഞ്ച് നെക്കിന് വിടുത്തായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും ചെയ്യാം. താഴേക്ക് നെക്കിന് ഇറക്കമായിട്ട് 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇത് നമ്മളെ ഫ്രണ്ടിലെ പീസാണ്. ഫ്രണ്ടിലെ പീസിന് നെക്കിന് ലെങ്ത് ആയിട്ട് 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് സ്ക്വയർ നെക്കാണ് നമ്മൾ വരയ്ക്കുന്നത്. ഷോൾഡർ നമ്മൾ സീം അലവൻസ് അടക്കം 4.5 ഇഞ്ചായിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്ക് വിഡ്ത്ത് ആയിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ബാക്കി ബാലൻസ് 2.5 ഇഞ്ചാണ് ഉണ്ടാവുക. ഈ 2.5 ഇഞ്ച് അങ്ങനെ എന്താ പറയുക, അത്ര തന്നെ വീതി നിങ്ങൾക്ക് ആ ബാക്കിലേക്ക് പോകുന്ന കെട്ടിന് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചൊന്ന് വീതി കുറയ്ക്കാം. അപ്പൊ ഞാനൊരു ഹാഫ് ഇഞ്ച് കുറച്ചിട്ട് 2 ഇഞ്ചിലേക്ക് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ജസ്റ്റ് ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കുക കേട്ടോ. അല്ലാണ്ട് പ്രത്യേകിച്ച് അതിന് അളവുകളൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു ഷേപ്പ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഷേപ്പ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വരയ്ക്കുക. താഴെ 2.5 ഇഞ്ച് വിടുത്തുണ്ട്, മുകളിൽ 2 ഇഞ്ച്, അതായത് ഒരു ഹാഫ് ഇഞ്ച് ഞാൻ മുകളിലേക്ക് എത്തുമ്പോൾ വിടുത്തൊന്ന് കുറച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ 2.5 ഇഞ്ച് അങ്ങനെ തന്നെ വേണമെങ്കിൽ ആ 2.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ മാർക്ക് ചെയ്ത അളവ് പ്രകാരം കട്ട് ചെയ്യാം. ഷോൾഡർ ലൈനിൽ എത്തുന്ന സമയത്ത് അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യരുത്. നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള 4 ഇഞ്ചിൽ കൊടുത്തിട്ടുള്ള ആ ഷേപ്പ് കട്ട് ചെയ്യണം. എന്നിട്ട് അവിടുന്ന് നേരെ താഴോട്ടേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള സ്ക്വയർ നെക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. സ്ക്രീനിൽ കാണുന്ന പോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ബാക്കിലേക്കുള്ള പീസ് കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു ക്ലോത്ത് രണ്ടാക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്, ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഫ്രണ്ടിലുള്ള പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. താഴ്ഭാഗം സൈഡും കറക്റ്റ് നമ്മുടെ ഫ്രണ്ടിലെ പീസിന്റെ അളവ് പ്രകാരം അങ്ങനെയാ വരച്ചെടുക്കുക. എന്നിട്ട് മുകൾ ഭാഗത്ത് ആ ആം ഹോളിന്റെ ഭാഗത്ത് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക കേട്ടോ. വേറെ ഷേപ്പുകളൊന്നും വേണ്ട. ബാക്കിലേക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചാൽ മതി. വരച്ച പ്രകാരം കട്ട് ചെയ്തെടുക്കുക. രണ്ടും നമ്മൾ ലൈനിങ് ആണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതേ അളവ് പ്രകാരം മെയിൻ ക്ലോത്തും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഇതേപോലെ ഞാൻ നല്ല പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പീസിന്റെ നല്ല വശത്തിന്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഫ്രണ്ടിലെ പീസിലെ ലൈനിങ് വെച്ച് കൊടുക്കുക. ശ്രദ്ധിക്കുക, നല്ല വശത്തിന്റെ മുകളിൽ വേണം ലൈനിങ് വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ആം ഹോളിന്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ മുകളിലേക്ക് എക്സ്ട്രാ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് പോവുക. എന്നിട്ട് അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ താഴേക്ക് നമ്മൾ ആ നെക്ക് ഫിനിഷ് ചെയ്ത ഭാഗം, നെക്ക് കട്ട് ചെയ്ത ഭാഗത്തേക്ക് വരിക. എന്നിട്ട് അവിടുന്ന് നേരെ മുകളിലേക്ക് ഓപ്പോസിറ്റ് ഉള്ള ആം ഹോളിന്റെ ഭാഗത്തേക്ക്. ഞാൻ സ്ക്രീനിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. എവിടെയും നിർത്തുമൊന്നും വേണ്ട. 4 ഇഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഇതുപോലെ ഞാൻ 1/4 ഇഞ്ചില് ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ 1/4 ഇഞ്ചിലുള്ള ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ഉള്ള ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാം. മെയിൻ ക്ലോത്ത് കറക്റ്റ് അളവ് പ്രകാരമല്ല കട്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അതിൽ എക്സ്ട്രാ ക്ലോത്ത് ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ 1/4 ഇഞ്ചില് ക്ലോത്തില് നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിൽ കൊള്ളാതെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്തെടുക്കുക. എല്ലാ ഭാഗങ്ങളിലും നമ്മൾ കൊടുത്ത അത്രയും സ്റ്റിച്ചിൽ എവിടെയൊക്കെ നമ്മൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടോ ആ ഭാഗങ്ങളിലൊക്കെ സ്റ്റിച്ചിൽ കൊള്ളാതെ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്തെടുക്കുക. എന്നിട്ട് നമ്മൾ മറിച്ചെടുക്കുക. മറിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അത് നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള സൈഡുകളൊക്കെ ലൈനിങ്ങിന്റെ അളവ് പ്രകാരം സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. ഇനി ബാക്കിലെ പീസ് എടുക്കുക. ബാക്കിലെ പീസ് എടുത്തിട്ട് ഇതേപോലെ നല്ല വശത്തിന്റെ മുകളിൽ ലൈനിങ് വെക്കുക. മാറിപ്പോകരുത്. താഴെ വിടുത്ത് കൂടുതലായിരിക്കും, മുകളിൽ വിടുത്ത് കുറവായിരിക്കും. അപ്പൊ ആ കറക്റ്റ് രീതിയിൽ തന്നെ വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മുകൾ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക, മറിച്ചെടുക്കുക, പതിച്ചടിക്കുക. നേരത്തെ ചെയ്ത സെയിം ആണ്, അതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഫ്രണ്ടിലേക്കുള്ള പീസും ബാക്കിലേക്കുള്ള പീസും സെയിം ഇതേപോലെ പതിച്ചടിച്ച് എക്സ്ട്രാ ഉള്ള പീസുകളൊക്കെ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെന്ററിൽ ബ്രൊക്കേഡ് കൊടുക്കണം. അപ്പൊ അതെങ്ങനെയാന്നുള്ളത് നോക്കാം. നമ്മൾ ആ നെക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വന്നിട്ടുള്ള നെക്കിന്റെ ആ ഭാഗം, അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം എത്രയാണെന്നൊന്ന് മെഷർ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് 4.5 ഇഞ്ച് കിട്ടുന്നില്ല. 4.25 കഴിഞ്ഞിട്ടുള്ള അടുത്ത പോയിന്റ് ആണ് വന്ന് നിൽക്കുന്നത്. അതായത് നമ്മൾ 2 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എടുത്തത്. രണ്ട് സൈഡിലേക്കും 2 ഇഞ്ച് 2 ഇഞ്ച് വെച്ചുമ്പോൾ വരുമ്പോൾ 4 ഇഞ്ച്. പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ അതൊരു 4.25 അല്ല, 4.25നും 4.5ന്റെയും ഇടയ്ക്കുള്ള പോയിന്റ് ആയിട്ടാണ് വരുന്നത്. കറക്റ്റ് എത്രയാ കിട്ടണമെന്ന് വെച്ചാൽ ആ കറക്റ്റ് അളവ് എടുക്കുക. എന്നിട്ട് ഒരു ക്യാൻവാസ് പേപ്പർ എടുക്കുക. എത്രയാണോ നമുക്ക് ആ ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്തിനനുസരിച്ചിട്ടുള്ള ഒരു ക്യാൻവാസ് പേപ്പർ എടുക്കുക. വിടുത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ കറക്റ്റ് എത്രയാണോ കിട്ടുന്നത് ആ അളവ് തന്നെ മാർക്ക് ചെയ്യുക. മുകളിലും താഴത്തും മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് ഏത് ക്ലോത്താ വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിന്റെ ചീത്ത വശത്ത് ഈ ക്യാൻവാസ് പേപ്പർ വെച്ചിട്ടൊന്ന് അയൺ ചെയ്യുക. അയൺ ചെയ്തതിന് ശേഷം 1/4 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് കട്ട് ചെയ്യുക. എന്നിട്ട് ഈ 1/4 ഇഞ്ചിലുള്ള ക്ലോത്ത് ഉള്ളോട്ടേക്ക് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. താഴ്ഭാഗം ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി 3 ഭാഗം ഉള്ളോട്ടേക്ക് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഫ്രണ്ടിലെ പീസ് എടുക്കുക. അതിന് നല്ല വശത്തിന് മുകളിലായിട്ട് നമ്മൾ ഈ ക്യാൻവാസ് പേപ്പറിൽ അയൺ ചെയ്തിട്ടുള്ള പീസ് വെച്ച് കൊടുക്കുക. പിൻ കുത്തി കൊടുക്കുക. കറക്റ്റ് ആ നെക്കിന്റെ ഭാഗം കറക്റ്റ് ആയിരിക്കണം, താഴെയും കറക്റ്റ് ആയിരിക്കണം, ചുളിവുകളൊന്നും വീഴാൻ പാടില്ല. എന്നിട്ട് 3 ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് രണ്ട് സൈഡും നെക്കിന്റെ ഭാഗം, അങ്ങനെ 3 ഭാഗം സ്റ്റിച്ച് ചെയ്യുക. താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പൊ ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ബാക്കിലെ പീസ് ഒന്ന് ജോയിൻ ചെയ്യണം. അതായത് സൈഡ് ജോയിൻ ചെയ്യണം. ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശത്തിന് മുകളിൽ ബാക്കിലെ പീസിന്റെ നല്ല വശം വെച്ചിട്ടുണ്ട്. നമ്മുടെ അളവ് പ്രകാരം സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇതേപോലെ സൈഡ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെന്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ബാക്കിലെ പീസിന്റെ സെന്റർ കട്ട് ചെയ്ത് കൊടുക്കുക. ഈ സെന്റർ നമുക്ക് എന്ത് ചെയ്യണം, പട്ടി വെച്ചിട്ടൊന്ന് അടിച്ച് ഫിനിഷ് ചെയ്യണം. ഇതുപോലെ നമ്മൾ 2 പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പീസിന്റെ നല്ല വശത്തിന് മുകളിൽ ഈ പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുത്ത് പതിച്ചടിക്കുകയാണ് ചെയ്യുക. അപ്പൊ അത് എങ്ങനെയാ ചെയ്യാന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഈ ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്ത മുതൽക്കുള്ള എല്ലാ വീഡിയോസിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ അതൊന്ന് പോയിട്ട് കാണുക കേട്ടോ. ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് താഴ്ഭാഗം മടക്കി തയ്ക്കുക. രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് താഴ്ഭാഗം കൂടി ഒന്ന് തയ്ച്ചെടുക്കുക. ബാക്കിൽ ഹൂക്ക് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് ഈ കെട്ട് പോലെ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തും ഹൂക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. രണ്ട് ഹൂക്കെങ്കിലും വെച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ബോ കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു ബോ ആണ്. എങ്ങനെയാണ് ടെയിൽ മോഡലിലുള്ള ബോ ചെയ്യാന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് വീഡിയോസ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പൊ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക്. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ടോപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഓണത്തിന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.